സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. പിന്നെ നമ്മുടെ റിയ ഷിൻചാനും പിഞ്ചാനും അവരെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ റിയ പോയേക്കണം. അപ്പം എൻ്റെ ജിം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ജിം എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ ട്രെഡ്മില്. പക്ഷേ ഈ സാധനം കേടായിപ്പോയി ഗൈസ്. വാറണ്ടി ആണെങ്കിൽ അങ്ങോട്ട് തീർന്നു പോയി. ഒന്നും പറയാനില്ല, എല്ലാം തീർന്നു പോയി. ഇനി നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. എന്ത് വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര വർക്കൗട്ടാണ്. നമ്മുടെ കയ്യിലെ ബസ്സിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. പിന്നെ നമ്മുടെ കുറേ ഡമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ, പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ലല്ലോ. ഇപ്പുറത്താണ് ഡമ്പലും കാര്യങ്ങളും. ഇത് കണ്ടില്ല, എല്ലാ പരിപാടിയുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ ഒന്നും മിസ്സിങ് അല്ലല്ലോ. ഇതെന്താ മെസ്സേജ്? കംപ്ലീറ്റ് ടാസ്ക് ബിക്കം അയൺമാൻ, കില്ല 100 സോംബിയും കാറ്റ് കോയിന്, ലൈക്ക് ആ സബ്സ്ക്രൈബ്. ഈ ടാസ്ക് രണ്ടാമത്തെ സിമ്പിളാണ് ഗൈസ്. പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ കിൽ ദ സോംബീസ് ടു കളക്ട് ചെയ്യുക, അത് ഞാൻ ചെയ്തോളാം. എന്നുവെച്ചാൽ 100 സോംബീസിനെ കൊണ്ടാൽ 100 കോയിൻ കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ എന്താണ് അവർ പറയാൻ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് ചെല്ലാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ലൊക്കേഷനിലേക്ക് ചെല്ലാൻ. ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുമോ? ചെയ്തില്ലെങ്കിൽ എനിക്ക് അയൺമാൻ ആവാൻ പറ്റില്ല കേട്ടോ ഗൈസ്. നമുക്ക് സൂപ്പർ പവർ ഒന്നും കിട്ടില്ല. അപ്പം ഇപ്പോഴേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പം നിങ്ങൾക്ക് അയൺമാൻ ആവാനൊക്കെ വെറുതെ അല്ലെങ്കിൽ അപ്പം സബ്സ്ക്രൈബൊക്കെ ചെയ്യേണ്ടി വരും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? വിമാനം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റൊരു മിഷനേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദേവന്മാരൊക്കെ അങ്ങോട്ട് വെടിവെച്ചോളണം. അതിന് മുമ്പ് നമുക്ക് ഈ പരിസരമൊക്കെ നിരീക്ഷിക്കാം. അമ്മമാരെങ്ങാനും വന്ന് കടിച്ചാൽ ഓടി വെച്ചോണ്ട്. ഇവിടെ വെപ്പൺസ് വളരെ കുറവാണ്. ഇട്ടേ ആയിരിക്കണേ AK-47 അല്ലേ. അതിന് നമുക്ക് ഈ പിസ്റ്റൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വെച്ചൊരു ഗുണമില്ലല്ലോ, ചാവില്ല നമ്മൾ. ചത്ത് പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ചാവുന്നേ ഉള്ളൂ. എന്നാലിപ്പോൾ തൽക്കാലം അവന്മാർ ഇത് വെച്ച് കളിപ്പിക്കാം. സീൻ മാറും. ഇപ്പോൾ സീനില്ല. കുറച്ച് നേരം ഇത് വെച്ച് കളിച്ചിട്ട് നമുക്ക് AK-47 എടുക്കാം. എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഈ കോയിൻസൊക്കെ കളക്ട് ചെയ്യണം. ഇപ്പോൾ 1 2 3 4 5 കോയിനാണ് കിട്ടിയത്. ഈ 95 കോയിനും കൂടി ഉണ്ട്. എന്ത് പണിയാണെന്നറിയാമോ? അടുത്ത സെറ്റ് സോംബി അവിടെ പോയി. ഇനി അതിനെ ഓടിപ്പോയി കണ്ടുപിടിക്കണം. അടുത്ത സെറ്റ് സോംബിയിൽ അത് നമുക്ക് AK-47 വെച്ച് അടിച്ചില്ല. ഗൈസ് ഇപ്പം തന്നെ വിൽക്കാനുള്ള ചാനൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. 10,000 കണക്കിന് സോംബികളല്ലേ ഇവിടെ നിൽക്കണം. എല്ലാത്തിനും അടിച്ചിട്ട് ആ കോയിൻസൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും ഞങ്ങൾക്ക് അയൺമാൻ ആവാൻ പറ്റുള്ളൂ. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ, ലൈക്കും ചെയ്യണം. പിന്നെ ഇയാളിപ്പോൾ ജസ്റ്റ് ഒന്ന് കടിച്ചേനെ. ഇനി ഈ കോയിൻസൊക്കെ നൈസായിട്ട് കളക്ട് ചെയ്യാതെ പോലെ അപ്പോൾ കടിച്ചേനെ. എത്ര കോയിൻസ് ആയെന്ന് എനിക്കറിയില്ല കേട്ടോ. കളക്ട് ചെയ്യണമെന്ന്. ഇനി എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. കുറേ സോംബികളിങ്ങനെ അട്ടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോംബി എങ്ങനെ കടിച്ചാൽ നമ്മൾ സോംബിയാവും. ഇപ്പം കടിച്ചിട്ടില്ല. ഇനി ഈ കോയിനൊക്കെ കളക്ട് ചെയ്ത് ആ വന്നമാനൊക്കെ അടിച്ചിടണം. ഈ AK-47 ആയാലും ഒരു ഗുണമുണ്ട്. ഇത് തന്നെ റീഫില്ലായിക്കോളും. റീലോഡ്. ഇനി അമ്മമാരൊക്കെ ഇട്ട് വെറുതെ ഇട്ട് കളിപ്പിച്ചാൽ ചിലപ്പോൾ ഈ അമ്മമാരിൽ നിന്ന് കടിയിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അയ്യോ തീർത്ത പറയാനും ഓട്ടെ. സോംബിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ ഗൈസ്. ഇവരേതോ വില്ലേജേഴ്സ് ആണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് അതുപോലെ പുറത്തെ നൈസായിട്ട് പിടിയൊക്കെ അയ്യോ ഇപ്പം കിട്ടും ഒരു മാന്ത്. അയ്യോ ചത്തില്ല. ഇപ്പം ഫ്രാങ്ക്ലി സോംബി ആയേനെ ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. ഇപ്പം സോംബി ആയിട്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നേനെ. ഇപ്പം അത്യാവശ്യത്തിന് കോയിൻസ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കോയിൻസ് മതി. ആ പുറത്തൊക്കെ കാണുന്ന സോംബി അല്ലേ, കാണുമ്പോൾ തന്നെ എന്താ മതി തോന്നുന്നു. നിങ്ങളെ അടുത്ത് വരെ സമ്മതിക്കണ്ട. അടുത്ത് വന്നാൽ പിന്നെ പണിയാണ്. ചിലപ്പോൾ കടിയൊക്കെ കിട്ടിയെന്ന് വരും. അയ്യോ അടുത്ത് തന്നെ ഇതൊക്കെ അടിച്ചിട്ട് 100 എണ്ണം കുറേ നേരെ
എടുക്കും ഗൈസ്. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന്മാരെ കടിച്ചിടണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ സോംബികളും കൊന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വല്ല കൺഗ്രാജുലേഷൻ ഓൺ യുവർ സക്സസ് യു ഹാവ് നമ്മൾ അയൺമാൻ ആകുമ്പോഴാണ്, അതാണ് ഇതിൽ എഴുതിയേക്കണേ. എന്തായാലും നമുക്ക് ഇതിൽ ക്ലെയിം റിവാർഡെന്ന് വിളിച്ച് നെറ്റ് വെക്കാല്ലേ, അപ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. സോ ഗൈസ്, ഞാൻ അവിടെ വെച്ച് തന്നെ അയൺമാൻ ആയത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കളിക്കാമെന്ന് വെച്ചു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പവേഴ്സാണ് ഗൈസ്. നമുക്ക് പവേഴ്സ് കിട്ടില്ലെന്ന് പറയണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ ഡിഫൻഡർ ആടെയാണ്, നമ്മുടെ ഡൊമിനോസ് പുതിയ ഡിഫൻഡറൊക്കെ എടുത്ത് കേട്ടാ. അവൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറൊക്കെ GTA 5 സിറ്റിയിലാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ GTA 5 എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പവറൊന്നും കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഒരു മിനിറ്റ്, ഇവിടെ പുറത്തേക്ക് ഡയൽ ടു ആക്ടിവേറ്റ് അയൺമാൻ പവർ. ഹാഷ്ടാഗ് അടിച്ചാൽ നമ്മുടെ പവർ ആക്ടിവേറ്റ് ആണെന്നാണ് ഗൈസ് ഇവിടെ പറയുന്നത്. ഹാഷ്ടാഗ് അടിച്ച പവർ എനിക്ക് തോന്നുന്നു ഈ ഫോൺ ഈ സ്യൂട്ടായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ആ നമ്പർ അടിച്ചു നോക്കാം. നമ്പറില്ല, ഹാഷ്ടാഗ്. എൻ്റെ അമ്മ ഇപ്പോൾ പവർ കിട്ടിയെന്ന് തോന്നാം. ആരെയും പറത്താൻ പറ്റുമോ നോക്കട്ടെ. നമ്മളെ സ്ഥിരം വിനോദം തന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വീടോ. എൻ്റെ മോനെ എന്ത് കിട്ടിയ പവേഴ്സാണ് കിട്ടിയേക്കണേ. പക്ഷെ പ്രശ്നമുണ്ട്, അയൺമാൻ ഈ പവർ മാത്രമല്ല, പറക്കാൻ പറ്റൂലേ? പറക്കാനൊന്നും പറ്റില്ല. അതിനെന്താ, എന്തായാലും ഇത്രയും കിടില പവേഴ്സ് ഉണ്ട്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ച് സിറ്റി അങ്ങോട്ട് തലയിച്ച് വെച്ചേക്കാം. പിന്നെ ഭയങ്കര ഉന്നമായ കാരണം 5-6 വട്ടം ആ മിസൈൽ വിട്ടാൽ കൊണ്ടുപോള്. കൊണ്ട് അപ്പം ഭയങ്കര ഉന്നായിരുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിച്ചാലാ വേണ്ട, വന്ന് പോലീസുകാർ ഇവന്മാരെ പറത്താം. അയ്യോ, എന്നെ ഇടിച്ചിട്ടാ. ഇനി ഞാൻ ഒരുത്തനെ വിടത്തില്ല. ടൈം ഫോർ റിവെഞ്ച് ഗൈസ്. വേണ്ട, ഇത്രയേ ഉള്ളൂ. പക്ഷേ മാസ് പറയാൻ സമ്മതിക്കില്ല, ഭയങ്കര ഉന്നം കാരണം. ഇനി ആരാ എൻ്റെ അടുത്ത് മുട്ടാൻ? വരൂ ആരുമില്ലേ? അതേ ആൾക്കാർ വന്നല്ല. ഇവന്മാരൊക്കെ ഇന്ന് ഞാൻ പറത്തി മേപ്പോട്ട് എറിയണുണ്ടോ? അല്ലവനെ എന്നെ ഇടിച്ചിടാറാണ് പോലീസുകാർ. എൻ്റെ ആ പോണ പോക്കുണ്ടായിരുന്നു. ഇനി ആരാ? അത് അടുത്തവൻ പറക്കണോ? ഇല്ലാത്തതിന്ന് പറത്തി കളഞ്ഞാൽ ഇത് അടുത്തവൻ പോകണം. ഇതൊക്കെ എങ്ങോട്ടാണ് പോണത്? അപ്പം ഇവനെ അങ്ങോട്ട് പറത്താം. ഇന്ന് ഈ സിറ്റി മൊത്തം ഞാൻ നശിപ്പിക്കും. എൻ്റെ ഈ അയൺമാൻ്റെ സ്യൂട്ടില്ലാതെ തന്നെ ഞാൻ ഭീകരനാണ്. പിന്നെ ഇതൊക്കെ കിട്ടിയ പിന്നെ ഞാൻ ഒന്നും പറയാനേ, ഞാൻ വിഷയമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. കിട്ടില്ല പരിപാടി ചെയ്യും. പോലീസുകാരൊക്കെ ഇങ്ങനെ പറത്തു കൊടുത്ത് ഇതാണ് നമ്മുടെ പവറ്. പക്ഷെ പറക്കണ പവറും കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഈ സിറ്റ് മൊത്തം ചുട്ട് കരിയിക്കാറ്. ഞാൻ ഇന്ന് തന്തൂരി അടിച്ചേനെ. ഇപ്പം ഗൈസ്.